ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പീരീഡ്സ് മിസ്സാകുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഒട്ടുമിക്ക സ്ത്രീകളും പീരീഡ്സ് മിസ്സാകുമ്പോഴാണ് എന്താണ് റീസൺ എന്നത് അറിയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് പീരീഡ്സ് മിസ്സാകുന്നത് വരെ ഒരു ടെൻഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരിക്കും. ഈ മന്ത് എങ്ങനെയായിരിക്കും, ഈ മന്ത് ഞാൻ പ്രഗ്നൻ്റ് ആകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പീരീഡ്സ് മിസ്സാകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ വഴി പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നത് എന്നതിനെ പറ്റി നോക്കാം. അതായത് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ്. അതായത് ബ്രസ്റ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആവും, തൊടാൻ പറ്റാത്തത്ര ഒരു സെൻസിറ്റീവ് ഉണ്ടാവും, ചിലപ്പോൾ വലുതായിട്ട് തോന്നും. അതുപോലെ തന്നെ നിപ്പിൾസൊക്കെ ഡാർക്ക്നെസ് വരികയും നിപ്പിൾസൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആകുകയൊക്കെ ചിലർക്ക് ചെയ്യാറുണ്ട്. എല്ലാവർക്കും ആവണമെന്നില്ല, ചിലർക്ക് അങ്ങനെ ആവാറുണ്ട്. ഒരു ഹെവിനെസ് ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. രണ്ടാമതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ്. എത്ര ഉറങ്ങിയാലും മതി വരാത്ത ഒരു ക്ഷീണം. അതായത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അത്രയും ക്ഷീണം ഉണ്ടാവും. പിന്നീടുള്ളത് മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡ്സ് ടൈമിലും ചിലർക്ക് മൂഡ് സ്വിങ്സ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ഇതുപോലെ മൂഡ് സ്വിങ്സ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ റീസൺ എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നീടുള്ളത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ചിലർ അറിയാതെ പോകുന്നതുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അത് അറിയാൻ സാധിക്കും, ചിലർക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പോട്ട് ബ്ലഡോ അല്ലെങ്കിൽ ഡാർക്കായിട്ടൊരു സ്പോട്ടോ അല്ലെങ്കിൽ പിങ്ക് ഡിസ്ചാർജോ സ്പോട്ടായിട്ട് കാണാറുണ്ട്. ഇത് ചിലർക്ക് മാത്രമേ കാണാറുള്ളൂ. അതാണ് ആക്ച്വലി പ്രഗ്നൻസിയുടെ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നീടുള്ളത് വയറ് വേദന. ചിലർക്ക് ഗ്യാസിൻ്റെയൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. വയറ് വീർത്തിരിക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ, ഭയങ്കരമായിട്ട് വയറിന് അസ്വസ്ഥത, അതുപോലെ തന്നെ വെജൈനൽ ഡിസ്ചാർജ് ഒരുപാട് വരുന്നതായിട്ട് കണക്കാക്കും. ഇതൊക്കെ ഒരു പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ഉള്ള ലക്ഷണങ്ങളാണ്. അതായത് മിസ്ഡ് പീരീഡ്സിന് മുമ്പേ കാണിക്കുന്നത്. ചിലർക്ക് അത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് എടുത്തതിൻ്റെ ആവാം. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്കത് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുക, യൂറിൻ പാസ് ചെയ്യുന്നു, ഇതൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടോ വരാം. പിന്നെ നമുക്ക് പ്രഗ്നൻസിയിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള 1-2 മാസം കഴിയുമ്പോഴായിരിക്കും ഈ യൂറിൻ പാസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് റെക്കറൻ്റായിട്ട് ഇങ്ങനെ തോന്നുക എന്നുള്ളത് കാണപ്പെടുന്നത്. പിന്നീടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മിസ്ഡ് പീരീഡ്സ് തന്നെയാണ്. പിന്നീട് വരുന്നതാണ് നോസിയ, വോമിറ്റിങ്, അതായത് ഛർദി ഓക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മിസ്ഡ് പീരീഡ്സ് ആണ് മെയിനായിട്ടുള്ളൊരു സിംറ്റമായിട്ട് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ പോലും പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ മിസ്ഡ് പീരീഡ്സ് ആയിക്കഴിഞ്ഞ്, അതായത് പീരീഡ്സ് മിസ്സായതിന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം അമ്മയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മിസ്ഡ് പീരീഡ്സ് ആയിക്കഴിഞ്ഞതിന് ശേഷം കഠിനമായിട്ടുള്ള ജോലികൾ, അതായത് നമ്മൾ റിസൾട്ട് എന്താണെന്ന് അറിയുന്നത് വരെ കഠിനമായിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ യാത്രകളോ ഒക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. മിക്ക ആൾക്കാരും അതറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അബോർഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ റിസൾട്ട് അറിയുന്നത് വരെ കഠിനമായിട്ടുള്ള ജോലിയും യാത്രകളും ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പ്രഗ്നൻ്റ് ആവുന്നതിന്, അതായത് പ്രഗ്നൻസി ആണ് എന്നുള്ളതിൻ്റെ ഏർലി സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.